നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു അടുക്കിപ്പറക്കലും പാക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ പാക്കിംഗ് ചെയ്യുന്നത് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് നമുക്ക്. അതിനു വേണ്ടിയുള്ള ഒരു ബാഗ് പാക്കിംഗ് ആണ് ഞാനിന്ന് കാണിക്കുന്നത്. അതുമല്ല, നമ്മൾ ബാഗ് പാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കബോർഡും കാര്യങ്ങളും എല്ലാം ഓരോ ഡ്രസ്സ് എടുക്കും തോറും നമുക്ക് പണി കിട്ടിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് നമ്മളൊരു ഫംഗ്ഷനാണ് പോകുന്നത്. അങ്ങനെ ഫംഗ്ഷന് വേണ്ടിയുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം സെപ്പറേറ്റ് എടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഓൾറെഡി ലഗേജസ് ഒത്തിരി കൂടുകയും ചെയ്യും. അതുമല്ല, കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഏകദേശം എല്ലാ സാധനങ്ങളും സെറ്റാക്കിയൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കിന് ഇത്രയും സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ഇനിയും ബാലൻസ് ആണ്. ഈ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഒരാൾ കയറി ട്രോളിക്കകത്തിരിപ്പുണ്ട്. ട്രോളിക്കകത്തിരുന്നിട്ട് അത് ഫുൾ അഴിച്ചു വരാനുള്ള ശ്രമത്തിലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അവനെ എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള പണികളിൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട്, അതും പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം. കാരണം ട്രാവലിങ്ങിനുള്ള ഐറ്റംസ് എല്ലാം നമ്മുടെ ഹാൻഡ് ബാഗിൽ കരുതിയിരിക്കണം. പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് ആണ് കുറച്ചും കൂടെ നമുക്ക് ബുദ്ധിമുട്ട്. കാരണം ഫുഡ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാനൊക്കെ കുറച്ച് പാടാണ്. പിന്നെ അത് മാത്രമല്ല, യൂസ് ചെയ്യാനുള്ള കുറേ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ സെപ്പറേറ്റ് വേണം. ഞാൻ അതൊക്കെ ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്താക്കിയിട്ട് അതെല്ലാം ഹാൻഡ് ബാഗിനകത്തായിരുന്നു സൂക്ഷിച്ചത്. ആ ഹാൻഡ് ബാഗിനകത്ത് സൂക്ഷിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാൻ, കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ ഹാൻഡ് ബാഗും കുറേ ട്രോളിയും ഒത്തിരി ലഗേജസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫൈനലി നമ്മുടെ ലഗേജസ് എല്ലാം ഓക്കെ ആയി. ഇനി അടുത്ത ട്രാവലിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.